എൻ്റെ പേര് സോണിയ ഷാജി. ഞാൻ എൻ്റെ മോളെന്ന് ബൈബിൾ റീഡിങ്ങിന് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടിയത് തോബിത്തിൻ്റെ ചാപ്റ്റേഴ്സാണ്. അതിൽ തോബിത്ത് എൻ്റെ കണ്ണിന് സൗഖ്യം കിട്ടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഇപ്പോഴും അവൾ സ്പെക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവളാണെങ്കിൽ ആ വായിക്കുന്ന സമയത്ത് സ്പെക്സ് വെച്ചിട്ടുണ്ടായില്ല തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ അവൾക്കത് വായിക്കാൻ പറ്റണേ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അവളൊരു കുഴപ്പം കൂടാണ്ട് തന്നെ വായിച്ചു. അപ്പോൾ ഞങ്ങളത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. മാലാഖയുടെ അനുഗ്രഹം അവളുടെ കൂടെ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി വേറൊരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ് ടീച്ചറുടെ അടുത്ത്. ആ സൗഖ്യം ഞങ്ങൾക്ക് ലഭിച്ചെന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. മാലാഖയുടെ ഈ ചാപ്റ്റേഴ്സ് വായിക്കാൻ കിട്ടിയതിന് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം അവളുടെ അമ്മയെ എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക മാലാഖയുടെ ബ്ലെസ്സിങ്സ് കിട്ടിയ വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഡാഡിയുടെ കൂടെ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ എന്താ പറയുക ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നു. അവിടെ ഒരു കപ്പുള്ളവർ എന്നും ഡാഡിൻ്റെ അടുത്ത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പ്രാർത്ഥിച്ച് പൈസ ഇടാനായിട്ട് തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറി. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ പേപ്പൻ്റെ വീട്ടിൽ കുറച്ച് നാൾ നിൽക്കാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ അവിടെയും ഒല്ലൂര് നമ്മുടെ മാലാഖയുടെ പള്ളിയിലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ആ മാലാഖയുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് വരുന്നത് കല്ലൂര് സെൻറ്റ് റാഫേൽസ് ചർച്ച് ഈസ്റ്റിലേക്കാണ്. വീണ്ടും മാലാഖയുടെ മടിത്തട്ടിലേക്ക് തന്നെയാണ് ഞാൻ വന്നു ചേർന്നത്. അതുപോലെ മോളുണ്ടാവാനും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒക്കെ മാലാഖയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഈ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ ഓൾറെഡി ഞങ്ങൾ മാലാഖയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു കുർബാനയും നോവേനൊക്കെ ഏൽപ്പിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന ആൾക്കാരെ. പിന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ ബഹ്റൈനിൽ ഇവിടെയും മാലാഖയുടെ രൂപമൊക്കെ വീട്ടിലുണ്ട്. ഞങ്ങളെന്നും മാലാഖയോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെ മാലാഖയുടെ ബ്ലെസ്സിങ്സ് കണ്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മോള് വായിക്കുന്നതിനേക്കാൾ മുന്നായിട്ട് തന്നെ അത് റോസ് ചേച്ചി പറയുകയും ചെയ്തു മാലാഖയുടെ അനുഗ്രഹം മോൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. മാലാഖയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. സംരക്ഷണമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. വേറെ ആരുടെ സംരക്ഷണത്തിനേക്കാൾ ഉപരി മാലാഖയുടെ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് വേണ്ടത്. അതുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരാശ്വാസം. അതാണ് ഈ ബൈബിൾ റീഡിങ്ങിലൂടെ എനിക്കും മോൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മാസത്തിൽ ബൈബിൾ റീഡിങ്ങിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പേര് പിന്നെ ലിസ്റ്റ് വന്നപ്പോഴാണ് അവളുടെ പേര് കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് മോള് 10ലും കൂടിയാണ്. അപ്പോൾ അവൾക്കൊരു വായിക്കാൻ തന്നെ ഒരു അവസരം കിട്ടിയതിന് ഞങ്ങൾ നന്ദി പറഞ്ഞു. അപ്പോൾ ഈ വായനയിൽ അവൾക്ക് മാലാഖയുടെ ഒരു ബ്ലെസ്സിങ്സും കൂടി കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. കാരണം മാലാഖ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാലും നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ വരുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ആ ഒരു മാലാഖയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനും എന്നും ആ ഒരു പ്രാർത്ഥനയിലായിരിക്കാനും നമ്മളെ സഹായിക്കും. അത്രേ ഉള്ളൂ.